ഗാസയിലേക്കാൾ വലിയ വംശഹത്യകൾ തുടർച്ചയായി നൈജീരിയയിൽ നടന്നിട്ടും ആരും എന്തേ പ്രതികരിക്കാത്തതെന്ന് ചോദ്യമുന്നയിച്ച് പ്രശസ്ത അമേരിക്കൻ താരം. ഒരു രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യൻ ജനതയെയും ഇല്ലാതാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ അക്ഷരാർത്ഥത്തിൽ ശ്രമിക്കുകയാണെന്ന് അമേരിക്കൻ ഹാസ്യനടനും രാഷ്ട്രീയ നിരൂപകനും ടെലിവിഷൻ അവതാരകനുമായ ബിൽ മഹർ ചൂണ്ടിക്കാട്ടി. നൈജീരിയ വിഷയം എന്തുകൊണ്ട് ലോക സമൂഹ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നു. നൈജീരിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമ സ്രോതസ്സുകൾ മോശമാണ്. നിങ്ങൾ കുമിളയിലാണ്. ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല, പക്ഷേ അവർ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ ആസൂത്രിതമായി കൊല്ലുകയാണ്. 2009 മുതൽ അവർ 1,00,000-ലധികം പേരെ കൊന്നൊടുക്കി. HBO ചാനലിന്റെ ടോക്ക് ഷോ റിയൽ ടൈം ബിൽ മഹറിലാണ് നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യയെ ബിൽ മഹർ രൂക്ഷമായി അപലപിച്ചത്. നൈജീരിയയിലെ ക്രൈസ്തവ കൂട്ടക്കൊലയിൽ അമേരിക്കൻ പൊതുജന പ്രതിഷേധം ഇല്ലാത്തതും വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിസ്സംഗതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബോക്കോ ഹറാം ഇസ്ലാമിസ്റ്റുകൾ 18,000 പള്ളികൾ കത്തിച്ചുവെന്നും ബിൽ മഹർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിന്റെ അളവ് ഇതിനകം പരമാവധിയിലെത്തിയിട്ടുണ്ടെന്ന് വേൾഡ് വാച്ച് ലിസ്റ്റിനെ ഉദ്ധരിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്ത് ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറെ വെല്ലുവിളികളുള്ള ഓപ്പൺ ഡോഴ്സിന്റെ 2025 വേൾഡ് വാച്ച് ലിസ്റ്റിൽ 7ാം സ്ഥാനത്താണ് നൈജീരിയ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലോകമെമ്പാടും വിശ്വാസത്തിനു വേണ്ടി കൊല്ലപ്പെട്ട 4,476 ക്രൈസ്തവരിൽ 3,100 പേർ, അതായത് 69% നൈജീരിയയിലാണ്.